ദേവരാജ് യുറേക്ക സ്റ്റോറീസ് എന്ന് പറഞ്ഞ ആം, ഒരു ക്രിയേറ്റീവിലൂടെ ഒരു ക്രാഫ്റ്റിലൂടെ മലയാളികൾക്ക് ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് പരിചിതമായ ഒരു ഫേസാണ്. ലൈക്ക് എങ്ങനെയാണ് ഈ പടത്തിലേക്ക് ഫസ്റ്റ് മൂവിയാണ് ദാറ്റ് ടു അഗൈൻ? ഞാൻ വേറെ 2 മൂവീസിൽ തല കാണിച്ചിട്ടുണ്ട്. എനിക്കൊരു കുറച്ചുകൂടെ ഒരു ലെങ്ത് ഉള്ള ഒരു ക്യാരക്ടർ കിട്ടുന്നത് ഇതിലാണ്. ഓക്കെ, എങ്ങനെയാണ് റീൽസ് വേഴ്സസ് റീൽ, അതായത് മൂവിന്റെ റീൽ? ഹൃദയപൂർവ്വത്തിൽ ലാൽസാറിനോട് ഹൃദയപൂർവ്വത്തിൽ ഒരു ചെറിയ റോൾ മുമ്പ് ഓക്കെ ഓക്കെ ഓക്കെ. ബട്ട് എനിക്ക് തോന്നുന്നു ഒരു ക്യാരക്ടർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് വാഴ വാഴാറ്റൂലാണ് കിട്ടുന്നത്. വാഴാറ്റൂലേക്ക് ഞാൻ വരുന്നത് ഞാനും വിപിൻ ചേട്ടൻ വഴിയാണ് വരുന്നത്. ഞങ്ങൾ റീൽസ് തുടങ്ങി ഏകദേശം ഒരു 4-5 മാസം ചെയ്തിട്ടുള്ളൂ. അപ്പോഴാണ് എനിക്ക് വാഴയിലേക്കുള്ള വിളി വരുന്നത്. ഞങ്ങൾ 2024 ലാസ്റ്റിലാണ് ഞങ്ങൾ തുടങ്ങിയത്. 25 തുടക്കത്തിൽ ആണ് ഇതിലേക്ക് ഇന്നാവുന്നത്. അപ്പോൾ പുള്ളി ഇടയ്ക്കിങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട്, വീഡിയോസ് കൊള്ളാം, നിങ്ങളുടെ പരിപാടി കൊള്ളാം, നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്, ആരാ എഴുതുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞങ്ങളിങ്ങനെ പറയും, അപ്പോൾ ഓക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. കുറേ പേര് വിളിക്കാമെന്ന് പറയും, വിളിക്കുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. പക്ഷേ വിഞ്ചേട്ടൻ വിളിച്ചു. ഞാൻ അങ്ങനെ വിളിച്ചതാണ് വാഴ 2. അപ്പോൾ എനിക്ക് പടത്തിൻ്റെ എല്ലാം കഴിഞ്ഞ് പൂജയൊക്കെ തുടങ്ങുന്ന സമയത്താണ് ഞാൻ ഇന്നാവുന്നത്. അപ്പോൾ വന്നു, ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണെന്ന് പറഞ്ഞു. കേട്ട് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര കേട്ട് നോക്കി സെലക്ട് ചെയ്തെന്നല്ല പറഞ്ഞു, ഞാൻ ഓൾറെഡി ഇന്നാണ്, എന്താണ് പരിപാടി എന്നുള്ളതൊക്കെ വന്ന് വായിച്ചു നോക്കി കേട്ടപ്പോൾ കൊള്ളാം. എന്താണ് ആ കൊള്ളാം തോന്നിയ ആ ഒരു എലിമെന്റ്? ഒന്ന്, ഇപ്പൊ ഇതിൽ തന്നെ ബയോപിക് ഓഫ് എ ബില്യൺ ബ്രോസ് എന്നാണ് ഇതിന്റെ ടാഗ് ലൈൻ. അപ്പോൾ ഇതിലൊരു ബ്രദർഹുഡ് സ്റ്റോറിയാണ് ഇതിൽ പറയുന്നത്. ആ ബ്രദർഹുഡ് എല്ലാവർക്കും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള കുറേ സീൻസ് ഉണ്ട്. ഇപ്പൊ എനിക്ക് ചേട്ടനാണുള്ളത്. എനിക്ക് അതുപോലെ ഞാൻ സ്കൂൾ യൂണിഫോം വിട്ടിട്ട് ഞാൻ 11 വർഷമായി. കുറെ പ്രായം ഉണ്ടെന്നല്ല, ബട്ട് സ്റ്റിൽ നമുക്കിപ്പോഴും സ്കൂൾ യൂണിഫോം അല്ല, ഇപ്പോഴും നമുക്ക് സ്കൂൾ യൂണിഫോം ഇട്ടിട്ട് അതേപോലെ സ്റ്റിൽ ലുക്ക് ദ സെയിം. അതാണ് വലിയ കാര്യം അല്ലേ? അല്ല, അതെ. അപ്പോൾ കുറച്ച് കാലത്തിന് ശേഷം എനിക്ക് ആ യൂണിഫോം ഇട്ടപ്പോൾ വീണ്ടും ബാക്ക് ടു സ്കൂൾ ഫീൽ വന്നു. ഇപ്പം ചെറുപ്പത്തിൽ ഞാനും ചേട്ടനും ഉണ്ടാക്കിയ അടി പരിപാടികളൊക്കെ അതേ പരിപാടികൾ ഇതിലും ഉണ്ട്. അപ്പം എനിക്കതൊന്ന് റീലീവ് ചെയ്യാനുള്ളൊരു എക്സ്പീരിയൻസ് പോലെയൊക്കെ തോന്നി. നല്ല അടിപൊളി പരിപാടി ആയിരുന്നു ത്രൂ ഔട്ട്. പിന്നെ ഇവരൊക്കെ ഞങ്ങൾ കുറേ കാലമായിട്ട് റീല് നമ്മൾ കാണുന്നുണ്ട്. നമ്മളെങ്ങനെ വന്നു നോക്കിയപ്പോൾ ഫസ്റ്റ് ദിവസം തന്നെ നമ്മൾ സിങ്കായി. എല്ലാവരോടും നേരത്തെ അല്ല, നേരിട്ട് പരിചയമില്ല. ഒരു വലിയൊരു കോൺക്ലേവ് നടന്നില്ലേ എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനും? അവിടെയും അപ്പോഴും ഇല്ല, നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ വേറെ പങ്കെടുത്തിട്ടുണ്ടാവും, ഞങ്ങൾ പരിചയപ്പെട്ടിട്ടില്ല. ഇത് ഇവിടുത്തെ ഡേ 1ലാണ് നമ്മൾ കാണുന്നത്. ഓഡിഷൻ ക്യാമ്പ് കാര്യങ്ങളൊക്കെ ആക്ടിവിറ്റി അങ്ങനെ ഉണ്ടായിരുന്നില്ലേ നിങ്ങൾക്ക്? ടീം ബിൽഡിംഗ് ആക്ടിവിറ്റീസ് എത്ര ദിവസത്തെ ഓഡിഷൻ ക്യാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്? നമുക്ക് ഓഡീഷൻ ആയിട്ട് എനിക്കറിയില്ല. ഞങ്ങളൊക്കെ ഇന്നതിന് ശേഷം ഒരു ആക്ടിങ് ക്യാമ്പ് ഉണ്ടായിരുന്നു. നമുക്കൊരു 1 വീക്ക് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. രാജേഷ് നാരായൺ എടുത്തൊരു സെഷനായിരുന്നു. അതിലാണ് നമ്മളൊക്കെ മറ്റേത് നമ്മളെങ്ങനെ സ്പ്ലിറ്റായി നിൽക്കുമായിരുന്നു. നമ്മുടെ റീൽ പരിപാടിയിലാണ് നിന്നിരുന്നത്. അതിൽ നിന്നൊക്കെ മാറി നമ്മൾ ക്യാരക്ടേഴ്സിലേക്ക് വന്ന് നമ്മൾ ഇന്നായി ജെല്ലാവുന്നത് ആ പരിപാടിയിലാണ്. ഒരു 1 വീക്ക് ക്യാമ്പ് ഷൂട്ടിൻ്റെ കുറച്ച് ദിവസം മുന്നേ ആയിരുന്നു. അവിടെയാണ് നമ്മളൊന്ന് കണക്റ്റഡ് ആവുന്നത്. ഞങ്ങൾ കഥ ശരിക്കും പഠിക്കുന്നത്, സീൻസ് ശരിക്കും പഠിക്കുന്നത്, ഇന്നാവുന്നത് അതിലാണ്. എന്തെങ്കിലും ഹോംവർക്ക്സ് ചെയ്യോ? അതായത് നമ്മളെ ഇങ്ങനെ റിഫൈൻ ചെയ്യാനായിട്ട് ആസ് എൻ ആക്ടർ? നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഹോംവർക്ക് ഞങ്ങൾ ചെയ്യുന്ന റീൽസ് തന്നെയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഇടയ്ക്ക് പറയാറുണ്ട്, എന്ത് സുഖം, ജോലി വിട്ടതിന് ശേഷം ഭയങ്കര എളുപ്പമാണ്, റീലെടുത്ത് നടക്കുക, ഫണ്ണാണ്. ഞങ്ങൾ സത്യം 365 ദിവസം നമ്മൾ വർക്കിംഗ് ആണ്. നമ്മളെന്തെങ്കിലും എവിടെയെങ്കിലും സ്റ്റോറി കിട്ടുമോ, അത് എഴുതാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്കത് ചെയ്ത സാധനം ചിലപ്പോൾ ബെറ്റർ ആക്കാൻ പറ്റുമോ, പുതിയ എന്തെങ്കിലും ചെയ്യാൻ പറ്റും, ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്ന. അപ്പോൾ ഞങ്ങളെല്ലാവരും നമ്മുടെ റീൽസ് തന്നെയാണ് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഹോംവർക്ക് എന്ന് തോന്നുന്നു. ഒരു ഡൗൺ ദ ലൈൻ ഒരു 7-8 ഇയേഴ്സ് കഴിയുമ്പോൾ എവിടെ പ്ലേസ് ചെയ്യാനാണ് ഇൻഡസ്ട്രിയിൽ? ഞാൻ ഇന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ഇന്ന കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ ആഗ്രഹമുള്ള എന്തൊക്കെയാണ്? കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് എന്ത് കിട്ടിയാലും ചെയ്യാൻ ഹാപ്പിയാണ്. നല്ല ക്യാരക്ടർ ആയിരിക്കണം എന്നുള്ളൂ. ചലഞ്ചിങ് ആയിട്ടുള്ള പരിപാടികൾ കിട്ടിയാൽ ഹാപ്പിയായിട്ട്. ഇപ്പോൾ എനിക്ക് സ്യൂട്ടബിൾ ആവുന്ന പരിപാടി വേണം. എനിക്ക് എന്നെക്കൊണ്ട് എടുത്താൽ പൊങ്ങാത്തൊരു പരിപാടി പോയി ചെയ്ത് അങ്ങനെ ആലോചിക്കാറില്ല. നല്ല വർക്കുകൾ വരിക എന്നുള്ളതാണ് ബേസിക്കലി. 7-8 വർഷം കഴിയുമ്പോഴേക്ക് വെർസറ്റൈലായിട്ടുള്ള ഒരു ആക്ടർ എന്നറിയപ്പെടാൻ ഹാപ്പി ആയിരിക്കും. ഒരു സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രി അങ്ങനെയില്ല. ആക്ടിങ് വൈസ് ചോദിക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രി ബേസ് ഇല്ലാതെ എല്ലാം പറ്റുന്ന എല്ലാത്തിലും ചെയ്താൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്. മലയാളം മാത്രമല്ല, ഇതൊക്കെ
ആഗ്രഹിക്കാലോ. അതായത് ഒരു ആക്ടർ ആവാനാണോ, ഒരു ഡയറക്ടർ ആവാനാണോ, അതൊരു സ്ക്രിപ്റ്റ് റൈറ്റർ ആവാനാണോ കൂടുതൽ ആഗ്രഹം? സിനിമ ആണ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി. തീർച്ചയായിട്ടും. ഇതുവരെ ഇപ്പോൾ ഞങ്ങൾ യുറേക്കയിലാണെങ്കിലും ഇപ്പോൾ ഞങ്ങൾ ചെയ്ത വർക്കിലും ഇപ്പോൾ യുറേക്കയിലെല്ലാം ഞങ്ങൾ തന്നെയാണ് എഴുതാറ്, ഞങ്ങൾ തന്നെയാണ് ഡയറക്റ്റ് ചെയ്യാറ്. അതൊക്കെ ഞങ്ങൾ ചെയ്യാൻ കാരണം എഴുത്തിലേക്കാണ് നമ്മൾ വന്നത്. നമ്മളെ എഴുതി അഭിനയിപ്പിക്കാൻ ആൾ വിളിക്കുന്നവരെ നമ്മൾ തന്നെ എഴുതി ചെയ്യണമല്ലോ. അങ്ങനെ തുടങ്ങിയത്. ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാത്തിലും ഈക്വലി ഇൻട്രസ്റ്റഡ് ആണ്. സോ ഡെഫിനറ്റ്ലി ഡിറക്ഷൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ള പരിപാടിയാണ്. 7 or 8 years ഒക്കെ കഴിയുമ്പോഴേക്ക് നമുക്കൊരു ഡയറക്ടറിനെ കൂടെ എക്സ്പെക്ട് ചെയ്യാം എന്നാണ് എൻ്റെ ആഗ്രഹം. എന്തിനാടാ 7 or 8? നീ വാ.